ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നൊരു സ്കിൻ കെയറുമായിട്ടാട്ടോ ഞാൻ വന്നിരിക്കുന്നത്. നമ്മുടെ പിഗ്മെൻറ്റേഷനൊക്കെ മാറ്റാൻ വേണ്ടിയിട്ടുള്ള നല്ല ഒരു ഫേസ് പാക്കുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. എല്ലാ ഏജിലുള്ള ആൾക്കാർക്കും ഇത് യൂസ് ആക്കാവുന്നതാണ്. നമ്മളിപ്പോൾ ഡെയിലി യൂസ് ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ നമ്മൾ മസാജ് ചെയ്യേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ ഇടവിട്ട ദിവസങ്ങളിലൊക്കെ യൂസ് ചെയ്ത് നമുക്ക് മസാജ് കൂടെ ചെയ്യാവുന്നതാണ് ഈ ഫേസ് പാക്ക് ഇടുന്ന സമയത്ത്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തി ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസും കിട്ടുന്ന. അപ്പോൾ ഈ ഫേസ് പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് അടുക്കളയിലുള്ള ഇൻഗ്രീഡിയൻസ് തന്നെ മതിയാവും. നാച്ചുറലായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് മാത്രമേ യൂസ് ആക്കുന്നുള്ളൂ. എല്ലാവരും അടുക്കളയിലും അവൈലബിൾ ആയിട്ടുള്ള ഐറ്റംസ് കൊണ്ടാണ് കേട്ടോ നമ്മൾ ഈ ഒരു ഫേസ് പാക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എപ്പോഴും ഫേസ് പാക്ക് എന്ത് യൂസ് ചെയ്യുന്നതിന് മുമ്പ്, ഇപ്പോൾ ഈ മേക്കപ്പ് വരെ യൂസ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ആദ്യം ക്ലെൻസ് ചെയ്യണം. കാരണം നമ്മൾ ഫേസിൽ ധാരാളം ഡേർട്ടും എല്ലാം കാണും. അപ്പോൾ അതുകൊണ്ട് പൊടിയൊക്കെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നന്നായിട്ട് ക്ലെൻസ് ചെയ്തതിന് ശേഷം മാത്രം പാക്കായിരുന്നാലും എന്തായാലും അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ നമുക്ക് ആദ്യം ക്ലെൻസിങ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലെൻസിങ് കഴിഞ്ഞിട്ട് നമുക്ക് പേക്ക് ഉണ്ടാക്കാം. ആദ്യം ഞാൻ കോഫി പൗഡറാണ് കേട്ടോ 1 ടീസ്പൂൺ അളവിലെടുത്തിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഗോതമ്പ് പൊടി 1 ടീസ്പൂൺ അളവിലെടുത്തിട്ടുണ്ട്. അതിൽ നന്നായിട്ട് ഞാൻ ഇൻഗ്രീഡിയൻസ് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കട്ടെ നല്ല രീതിയിൽ. അത് കഴിഞ്ഞിട്ട് ഞാൻ പാല് ചേർത്തിട്ടുണ്ട് നമ്മുടെ മിക്സിങ്ങിന് ആവശ്യമായിട്ട്. ഇതാണ് കേട്ടോ നമ്മുടെ കൺസിസ്റ്റൻസി. അപ്പോൾ നമ്മുടെ പാക്ക് റെഡി ആയിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഞാൻ റെഡിയാക്കിയിട്ടുള്ളത്. നമുക്ക് ഈ ഒരു കൺസിസ്റ്റൻസി മതിയാകും. നമുക്കിനി ഇത് അപ്ലൈ ചെയ്യാം. ഞാൻ ഈ ഒരു ബ്രഷ് വെച്ചിട്ടാണ് കേട്ടോ നമ്മളെ പാക്ക് അപ്ലൈ ചെയ്യുന്നത്. എപ്പോഴും അപ്വേർഡ് ഡയറക്ഷനിൽ പാക്ക് അപ്ലൈ ചെയ്യാനായിട്ട് നോക്കണം. നമ്മളിതിൽ ചേർത്തിട്ടുള്ള ഗോതമ്പ് പൊടിക്ക് പകരം നമുക്ക് വേണമെങ്കിൽ അരിപ്പൊടിയോ കടലമാവോ ഓട്സ് പൗഡറോ എന്ത് വേണം നമുക്ക് ചേർക്കാവുന്നതാണ് ആ ഒരു അളവിൽ. പിന്നെ നമുക്ക് പാലിന് പകരം നമുക്ക് അലോവേറ ജെല്ലോ അല്ലെങ്കിൽ ഹണിയോ തൈരോ ഏതെങ്കിലും നമുക്ക് നമ്മുടെ സ്കിന്നിന് മാച്ചായിട്ടുള്ളത് നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ മാച്ചാവുന്ന ആ ഒരു രീതിയിൽ നമുക്ക് റെഡിയാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ഇത് നല്ല രീതിയിൽ ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. നമ്മുടെ അപ്വേർഡ് ഡയറക്ഷനിലാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ഇത് അപ്ലൈ ചെയ്തതിന് ശേഷം അധികം സംസാരിക്കാനൊന്നും പാടില്ല. അപ്പോൾ നമ്മുടെ മുഖത്ത് റിങ്കിൾസൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് ടൈറ്റിനും കൂടെ വേണ്ടിയിട്ടാണ്, നമ്മുടെ സ്കിന്ന് ടൈറ്റനും കൂടെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഫേസ് പാക്ക് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ആരും ഒരു സമയത്ത് സംസാരിക്കാൻ പാടില്ല. ഇതൊരു 20 മിനിറ്റ് നമുക്ക് ഇട്ടതിന് ശേഷം മാത്രമേ വാഷ് ചെയ്യാൻ പാടുള്ളൂ. പിന്നെ ഈ ഒരു 20 മിനിറ്റിനകത്ത് നിങ്ങളെ സ്കിന്ന് നന്നായിട്ട് ടൈറ്റൻ ചെയ്യുന്നു എന്ന് തോന്നുന്ന സമയത്താണെങ്കിൽ നിങ്ങൾക്ക് വാഷ് ചെയ്ത് മാറ്റാവുന്നതാണ്. അപ്പോൾ വാഷ് ചെയ്യുന്ന നേരത്ത് നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് നന്നായിട്ട് ഡാബ് ചെയ്ത് ശേഷം മാത്രം വാഷ് ചെയ്യാൻ നോക്കാം. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ നമുക്ക് മസാജ് ഞാൻ ചെയ്ത് കൊടുക്കുന്നില്ല. ഞാൻ തലേ ദിവസം ചെയ്തുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്ത് കൊടുക്കുന്നില്ല മസാജ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ സർക്കുലർ മോഷനിൽ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുത്തതിന് ശേഷം മാത്രം നിങ്ങൾക്ക് വാഷ് ചെയ്ത് മാറ്റാവുന്നതാണ്. അപ്പോൾ ഞാനൊരു വൈപ്പ് എടുത്ത് വെച്ചിട്ടാണ് കേട്ടോ വെള്ളത്തിലാണ് വാഷ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അധികം വെള്ള ചിലവുമില്ല വാഷ് ചെയ്ത് മാറ്റാനായിട്ട്. നമ്മൾ മുഖത്ത് മൊത്തം പൊടി നമ്മൾ നല്ല രീതിയിൽ വാഷ് ചെയ്ത് മാറ്റണം. അപ്പോൾ ഈ ഒരു വാഷ് ചെയ്യുന്ന ഒരു സമയത്തിന് നിങ്ങൾക്ക് കാണാൻ കഴിയും സ്കിന്നിൻ്റെ ആ ഒരു ടെക്സ്ചറെ മാറിയിട്ടുണ്ട്, കളറൊക്കെ ബ്രൈറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അത് കാണാൻ കഴിയും എത്രത്തോളം സ്കിന്നിന് വ്യത്യാസം വന്നിട്ടുണ്ടെന്ന്. പിഗ്മെൻറ്റേഷൻ മാറുന്നത് മാത്രമല്ല സ്കിന്ന് ബ്രൈറ്റ്നെസ്സിനും ഒക്കെ നല്ലതാണെന്ന് ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ നമുക്ക് മൊത്തവും നല്ല രീതിയിൽ വാഷ് ചെയ്ത് മാറ്റാം. അപ്പോൾ ഞാൻ നന്നായിട്ട് വൈപ്പ് ചെയ്തൊക്കെ മാറ്റിയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ എൻ്റെ സ്കിന്ന് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. പിഗ്മെൻറ്റേഷന് മാത്രമല്ല കേട്ടോ, നല്ല സോഫ്റ്റ് ആവാനും ബ്രൈറ്റ് ആവാനും ഒക്കെ ഈ ഒരു പാക്ക് നല്ല ഹെൽപ്പ് ചെയ്യും. ഇപ്പോൾ ഞാൻ മസാജ് ചെയ്തില്ല, കാരണം വെച്ചാൽ ഇന്നലെയൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ അങ്ങനെ ആദ്യമായിട്ട് യൂസ് ചെയ്യുന്നവരുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് സർക്കുലർ മോഷനിലൊക്കെ ഒന്ന് മസാജ് ചെയ്ത് കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് ഇത് റിമൂവ് ചെയ്ത് മാറ്റാവുന്നതാണ്. പാക്ക് യൂസ് ചെയ്തതിന് ശേഷം നമ്മൾ റിമൂവ് ചെയ്ത് വയ്ക്കുമ്പോൾ തന്നെ നമ്മുടെ ഫേസ് ഒന്ന് ചെറിയൊരു വലിവുണ്ടാവും. അപ്പോൾ നമ്മൾ മോയ്സ്ചറൈസർ യൂസ് ചെയ്യണം. അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന ഈ ഒരു ജോയിസിൻ്റെ മോയ്സ്ചറൈസറാണ് കേട്ടോ. ഷീ ബട്ടർ ചേർന്ന ഒരു മോയ്സ്ചറൈസറാണ്. നിങ്ങളുടെ സ്കിന്ന് ഏത് ടൈപ്പാണ് അതിനനുസരിച്ചുള്ള മോയ്സ്ചറൈസർ യൂസ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, കാരണം എന്ന് വെച്ചാൽ മോയ്സ്ചറൈസറൂടെ യൂസ് ചെയ്യുമ്പോഴേ സ്കിന്ന് നല്ല ഇതായിട്ട് ഇരിക്കുകയുള്ളൂ. കാരണം നമ്മൾ പാക്കിട്ട് ആ ഒരു സമയത്ത് തന്നെ സ്കിന്ന് നന്നായിട്ട് ഹൈഡ്രേറ്റ് ആവുന്നുണ്ട്. അപ്പോൾ ഒന്ന് മോയ്സ്റ്റ് ചെയ്ത് വെക്കാനായിട്ട് കേട്ടോ നമ്മൾ മോയ്സ്ചറൈസർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതെല്ലാവരും ഒന്ന്
ശ്രദ്ധിക്കുക. പിന്നെ കൂടെ തന്നെ നമ്മളിപ്പോൾ പുറത്തോട്ട് പോകുന്നെങ്കിൽ സൺസ്ക്രീനും കൂടെ ഇടാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നല്ല അടിപൊളി പാക്കാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.